ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സമയത്ത് ഒരു കാലഘട്ടത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ റോഡരികിലും നമ്മുടെ വഴിയരികിലൊക്കെ ഇമ്മാതിരി പഴുത്ത് നിൽക്കുന്നു. ഇതിനെ നമ്മുടെ നാട്ടിൽ തൊടലിക്ക, ചിലയിടങ്ങളിൽ മുള്ളിക്ക, അങ്ങനെ പല പേരുകളുമാണ് ഈ കായ്ക്ക് പറയുന്നത്. പക്ഷേ ഇത് പഴുത്താൽ, ഈ കാണുന്ന പഴുക്കുമ്പോൾ കറുത്ത നിറമാണ്. ഇതിനെ പറിച്ച് ഞങ്ങൾ ഒരുപാട് തിന്നിട്ടുണ്ട്. നല്ല മധുരമുള്ള ഈ പഴത്തിന് ചെറിയ പുളിപ്പുമാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഈ ചെടി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചെറിയ ചെടിയായിട്ട് പിന്നീട് അത് വള്ളി പോലെ മറ്റു മരങ്ങളിലൂടെ വളർന്ന് കയറുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ചെടിയുടെ വള്ളിയാണ്. ധാരാളം മുള്ളുകളാണ് ഇതിലുള്ളത്. ഈ മുള്ള് നമ്മുടെ ശരീരത്തങ്ങണം കൊണ്ടാൽ നല്ല വേദനയാണ്. അതികൂർത്ത മുള്ളുകളാണ് ഇതിന് ഉള്ളത്. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇതിനെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ഇതിലെ കാണപ്പെടുന്നത്. ഡിസംബർ അവസാനത്തോടെ ജനുവരി ആദ്യത്തോടെ തുടലിക്ക പഴുത്തു തുടങ്ങും. പിന്നെ ചെറുകിളികളും കാക്കകളും ചെറിയ ജീവികളും പ്രാണികളുമൊക്കെ ഇതിനെ ഭക്ഷിക്കാൻ എത്തും. ഏറ്റവും കൂടുതൽ കൂർത്ത മുള്ളുള്ളതിനെ കൊണ്ട് കാഴ്ചയിൽ നെല്ലി ഇലയുടെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല. ചിലയിടങ്ങളിൽ ലൗലോലിക്ക എന്നും പറയും. അത്തരത്തിലുള്ള മരത്തിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല. എന്നാൽ അധികം കായ്ക്കാത്ത ഈ ചെടിയും തുടലി ഇനത്തിൽ പെട്ടതാണ്. നമ്മൾ ഈ കാണുന്നതാണ് ശരിക്കും തുടലിക്ക. നമ്മൾ കഴിക്കുന്ന തുടലിക്ക. ഇതാണ് തുടലിപ്പഴം. ഇനി നമുക്ക് പഴുത്ത പഴമുണ്ടോ എന്ന് നോക്കാം. എന്നാലാകട്ടെ മുള്ളുകളാൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ചെടിയിൽ പെട്ടെന്നൊന്നും ആർക്കും കായ്കൾ പറിക്കാൻ സാധിക്കില്ല. ഇതാണ് തുടലിക്കായുടെ പഴുത്ത പഴം. ഇത്തരത്തിൽ പഴുക്കുന്ന കായ്കളെയാണ് നമ്മൾ പറിച്ച് കഴിക്കുന്നത്. ഒരു സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ റോഡരികത്തും കാടരികത്തുമൊക്കെയുള്ള തുടലി മരത്തിൻ്റെ നമ്മൾ പറിച്ച് കഴിക്കാറുണ്ട്. ചെറിയ പുളിപ്പും എന്നാൽ നനുത്ത മധുരവുമുള്ള ഈ കായ്ക്ക് അതിമനോഹരമായ ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ പഴത്തിന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ പഴം നിങ്ങളുടെ കുഞ്ഞുകാലത്തും ഇപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല മധുരമുള്ളതും ചില ഇനങ്ങളിൽ പുളിപ്പ് മാത്രമുള്ളതും ഒക്കെയാണ് ഇവയുടെ ഇനത്തിൽപ്പെട്ട ചില ചെടികളിൽ കാണപ്പെടുന്നത്. ഒരു തണ്ടിൽ തന്നെ ഒരുപാട് കായ്കൾ ഉണ്ടാകും.